ഭീകരതയ്ക്ക് പ്രത്യാക്രമണമായി എന്തൊക്കെ നടപടികൾ എടുക്കാമെന്ന് രാജ്യം കാണിച്ചുകൊണ്ടിരിക്കുന്നു. ജമ്മു കശ്മീരിലെ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഭീകരരെയും അവരെ സഹായിക്കുന്നവരെയും കണ്ടെത്താൻ വ്യാപകമായ തെരച്ചിലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കരസേനയുണ്ട്, CRPF ഉണ്ട്. ഈ രണ്ട് വിഭാഗങ്ങളും ജമ്മു കശ്മീർ പോലീസും ചേർന്നുകൊണ്ടാണ് തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കരസേനാ മേധാവി ഉപേന്ദ്ര ദ്വിവേദി കശ്മീരിൽ തുടരുന്നുണ്ട്. കശ്മീരിലെ പിർ പഞ്ചൽ റേഞ്ചിൽ തെരച്ചിൽ ശക്തമാക്കിയിരിക്കുകയാണ്. ബന്ദിപ്പോറയിൽ ലഷ്കർ ഇ തോയ്ബ കമാൻഡറെ സൈന്യം വധിച്ചു. ലഷ്കർ കമാൻഡർ അൽതാഫ് ലല്ലിയെയാണ് സൈന്യം ഏറ്റുമുട്ടലിൽ വധിച്ചത്. അർജുന രമേശ് ചേരുന്നു. ഇന്ന് എന്തൊക്കെ കാര്യങ്ങൾ സംഭവിച്ചു ഇതുവരെ? മനേഷ്, ഇതുവരെ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും ഗുരുതരാവസ്ഥയിൽ തന്നെയാണ് നിലവിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സൈന്യം ഭീകരർക്കായുള്ള തിരച്ചിൽ അതിശക്തമാക്കിയിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ വ്യാപക തിരച്ചിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കരസേന, CRPF, ജമ്മു കാശ്മീർ പോലീസ് എന്നിവരടങ്ങിയ സംഘമാണ് നിലവിൽ കാശ്മീരിൽ ഭീകരർക്കായി തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി കരസേന മേധാവി ഉപേന്ദ്ര ദ്വിവേദി കാശ്മീരിൽ തുടരുകയാണ്. കാശ്മീർ പീർ പഞ്ചൽ റേഞ്ചിലാണ് തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുന്നത്. ഓരോ വീടുകളും കയറി ഇറങ്ങിയാണ് ഭീകരർക്കായി തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്ത ഹാഷിം മൂസ മുൻപും ആക്രമണങ്ങൾ നടത്തിയെന്നാണ് നിലവിൽ NIA വ്യക്തമാക്കിയിരിക്കുന്നത്. കശ്മീരിൽ ഒരു വർഷത്തിനിടെ നടന്ന 3 ആക്രമണങ്ങളിൽ ഹാഷിം മൂസയ്ക്ക് പങ്കുണ്ടോ എന്നും നിലവിൽ പുറത്തു വരുന്നുണ്ട്. പാക് പൗരനായ മൂസ ഒരു വർഷമായി കാശ്മീരിലുണ്ടെന്നും NIA വൃത്തങ്ങൾ ഇപ്പോൾ നിലവിൽ വ്യക്തമാക്കുന്നുണ്ട്. പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തുന്നവരിൽ നേരത്തെ തിരിച്ചറിഞ്ഞവരിൽ ഒരാളാണ് ഈ പറയുന്ന ഹാഷിം മൂസ. കൂടാതെ തെക്കൻ പീർ പഞ്ചൽ മേഖലയിലാണ് ഭീകരർക്കായി തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുന്നത്. പൂഞ്ച്, രജൌറി ജില്ലയിൽ അതിർത്തികളിലെ സാഹചര്യങ്ങൾ കമാൻഡർമാർ നിലവിൽ വിലയിരുത്തി വരികയാണ്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടങ്ങുന്ന സംഘം നിലവിൽ യോഗം നടത്തുകയാണ്. ശരി, അർജുനയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട നീക്കങ്ങൾ രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നു.